നമസ്കാരം. ഞാൻ രാഹുല. ഞാനൊരു പച്ചക്കറി കൃഷിക്കാരനാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ദേശീയ ക്യാമ്പയിനാണ് ഖേത് ബച്ചാവോ അഭിയാൻ. കാരണം അത് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ കർഷകരെ ബോധവൽക്കരിക്കാനായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അപ്പോൾ നമുക്കറിയാം, മണ്ണെന്ന് പറയുന്നത് നമ്മുടെ കൃഷിയുടെ അടിസ്ഥാനമാണ്. മണ്ണില്ലാതെ നമുക്ക് ഈ ഉൽപ്പാദനവും ഈ കൃഷിയും നമുക്ക് നടത്താനായിട്ട് കഴിയില്ല. അപ്പോൾ നല്ല മണ്ണിൻ്റെ ആരോഗ്യമാണ് നമ്മളുടെ കൃഷിയുടെയും വിജയം. അപ്പം നമ്മുടെ കൃഷിക്കാരുടെ എല്ലാം ധാരണ, എൻ്റെയും കൃഷിക്കാരുടെ ധാരണ എന്ന് പറയുന്നത് കൂടുതൽ രാസവളം നമ്മളെ തടത്തിലിടുന്തോറും എന്താണ് കൂടുതൽ വിളവ് തരുമെന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ അത് ശരിക്കും മണ്ണിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വിളവ് തരുന്നതിനൊക്കെ കൂടി മണ്ണിന് കൂടുതലായിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായി നമ്മളുടെ തടങ്ങൾ എന്ത് ചെയ്യുക, മണ്ണ് ടെസ്റ്റ് നടത്തുക. മണ്ണ് ടെസ്റ്റിൽ എന്താണ് നമുക്ക് അതിൽ ചെയ്യേണ്ടത്, ഏത് വളത്തിൻ്റെ ആണ് കുറവ്, ഏത് മൂലകത്തിൻ്റെയാണ് കുറവ്, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മളെ കൃഷിയിൽ മണ്ണിൽ പൊടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണമായ ലക്ഷ്യം. അപ്പം ഈ ഫീൽഡ് എൻ്റെ ഒരു പുതിയ ഫീൽഡാണ്. അപ്പോൾ നമ്മളിപ്പം ചെയ്യുന്നത്, ഇപ്പം കൃഷി ഭവനുമായി ബന്ധപ്പെട്ട് നമ്മളുടെ എല്ലാ സ്ഥലങ്ങളിലും സോയിൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതുപോലുള്ള 10 കൃഷി സ്ഥലമുണ്ട്. അപ്പോൾ 10 കൃഷി സ്ഥലത്ത് നമ്മൾ സോയിൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. കൃഷിഭവൻ സൗജന്യമായിട്ട് എനിക്കത് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് വളമാണ് നമുക്കിവിടെ കുറവുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു സോയിൽ കാർഡ് ഞാനിപ്പോൾ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അതിലൂടെ നമുക്ക് ഏത് കൃഷി സ്ഥലത്താണ് എത്രത്തോളം പല മൂലങ്ങളുടെ കുറവോ കൂടുതലോ ഉണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കൃഷി നല്ല രീതിയിൽ ഈ വളങ്ങളുടെ ഉപയോഗം എനിക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ട്.